നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പുറത്തെന്താ അടുപ്പ് കൂട്ടുന്നെന്നാ ചോദിച്ചത്. അകത്തൊരടുപ്പില്ലേ, അതിലല്ലേ ഇത്രയും കാലം മോൾക്കുള്ള കഞ്ഞി തിളപ്പിച്ചത്. ആ, തിളപ്പിച്ചത്രയൊക്കെ മതി. എന്റെ ഹോട്ടല് തീ ഇട്ടവരാ. ഇനി കഞ്ഞിയിലോ കറിയിലോ വിഷമിട്ട് തരില്ലെന്ന് ആര് കണ്ടു. മോളിപ്പോ തീ വെക്കുന്നത് അടുപ്പിലല്ല, ശാരദാമ്മയുടെ നെഞ്ചിലാണെന്ന് ഓർത്തോ. അകം വേകുന്നത് പുറം അറിയരുതെന്ന് പറയാറുണ്ട്. പരസ്പരം എത്ര ഭിന്നതയുണ്ടെങ്കിലും പുറത്തൊരടുപ്പ് കൂട്ടുന്നത് ഈ ഹോട്ടലിൽ വരുന്ന നാട്ടുകാരെ കാണാൻ കൂടിയല്ലേ. എന്റെ ഹോട്ടലിൽ കത്തിയപ്പോ നാട്ടുകാരുടെ കണ്ണെന്താ മാവിന്റെ മുകളിലായിരുന്നോ? ഇതിനേക്കാളും വലിയ തീയാ അന്ന് ഉയർന്ന് കത്തിയത്. അത് കണ്ടവര് ഇതും കൂടെ ഒന്ന് കാണട്ടെ. ഹോട്ടലിൽ കത്തിച്ചതിൽ ശാരദാമ്മയ്ക്ക് മനസ്സറിവുണ്ടെന്നാണോ മോള് പറയുന്നത്? അമ്മയ്ക്കും ശാലിനിക്കും മനസ്സറിവുണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ ഞാൻ പോലീസ് കേസ് കൊടുത്തത്. സത്യഭാമയുടെ സ്വാധീനത്തിൽ പോലീസ് വെറുതെ വിട്ടെന്ന് കരുതി നിരപരാധികളാവോ? അല്ല, അവരെല്ലാം കത്തിച്ചെന്ന് പറയാനേ ഈ സത്യഭാമ ഇവിടെ ഉണ്ടായിരുന്നോ? എല്ലാം മുകളിലിരുന്ന് ദൈവം കാണുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. അതെ മോളെ, ദൈവം കാണുന്നുണ്ട്. ആ കാര്യം മോൾക്കൂടെ ഓർമ്മ വേണം. മോൾ ഇവിടെ കുടുംബശ്രീക്ക് അടുത്തൊരു ഹോട്ടൽ തുടങ്ങിയപ്പോ ശാരദാമ്മയുടെ മനസ്സൊന്നും നൊന്തുന്നുള്ളത് ശരിയാ. പക്ഷേ കുഞ്ഞിന്റെ കച്ചവടം പച്ച പിടിക്കാനേ ശാരദാമ്മ എന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ. ഹൃദയശ്രീയിൽ ആള് കുറവായിരുന്നപ്പോ കുടുംബശ്രീയിൽ നിന്ന് ആളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതറിയോ? എന്തിനാ അധികം പറയുന്നത്? മോളെ സഹായിക്കാൻ എന്നെ അവിടേക്ക് ജോലിക്ക് പറഞ്ഞു വിട്ടതും ശാരദാമ്മയാ. ഇത് കേട്ടിട്ട് ഞാൻ ഞെട്ടുമെന്നാണോ നിങ്ങൾ കരുതിയേ? അന്നേരം അത് മനസ്സിലായില്ലെങ്കിലും പിന്നീട് ആലോചിച്ചപ്പം എനിക്ക് തോന്നി നിങ്ങളെ അവിടെ ജോലിക്ക് വിട്ടതും അമ്മ തന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചാലല്ലേ ഒക്കൂ ഹോട്ടല് കത്തിച്ചു കഴിഞ്ഞ് അവർക്ക് നിരപരാധി ചമഞ്ഞ് കൈ കഴുകി മാറി നിൽക്കാൻ ഒക്കൂ. എന്നാ മോൾ ഇതും കൂടി കേട്ടോ. മോളുടെ ഹോട്ടൽ കത്തിക്കാൻ വന്നത് പാഷാണം മധുവിന്റെ ചൂളയിലെ ഗാങ്ങാ. ബാലചന്ദ്രനാ അവരെ ഏർപ്പാടാക്കിയതെന്നും തീവെപ്പിനിടെ മധുവിന് തീപ്പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയെന്നും പറഞ്ഞ് അവന്റെ ചേച്ചി ഉഷ ഇവിടെ വന്നിരുന്നു. മോളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാനാ ബാലചന്ദ്രൻ ഉഷയോട് പറഞ്ഞത്. അവരെ കാശ് കൊടുത്ത് സമാധാനിപ്പിച്ചു വിട്ടതും ശാരദാമ്മ തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.